അളിയ എന്ത് പറഞ്ഞാലും ഒരു വല്ലാത്ത അടിയായിപ്പോയല്ലേ. 50 സീറ്റ് 50 വർഷം കൊണ്ട് ഞങ്ങൾ ഭരിച്ചിരുന്നല്ലേ. ഒരു മേയർ ചെയ്ത പണിയാണ്. നില്ലളിയ നമ്മുടെ പഴയ മേയറാണെന്ന് തോന്നുന്നു. ഞാൻ നോക്കട്ടെ. തന്നല്ലേ മേയർ. എന്തായാലും പാർട്ടിക്ക് ആകെ നാണക്കേടാക്കി കേട്ടോ. പിന്നെ ഈ ഭരണം കൊണ്ടല്ലേ. 50 സീറ്റാണ്. 50 വർഷം കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇരുന്ന സാധനമാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. അത് ചിന്തിക്കണം. എന്റെ ഭരണത്തില് നിങ്ങൾ പറയുന്ന അതേ രീതിക്ക് തന്നെയല്ലേ ഞാൻ ഭരിച്ചത്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ഭരിച്ചിട്ടില്ലല്ലോ. പിന്നെ എല്ലാം കൂടി എന്റെ മണ്ടയിൽ എന്തിനാ ആക്കി തരുന്നേ? ഈ ഡ്രൈവറിന്റെ കേസൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തത്? പിന്നെ ഒരു സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറിയാൽ അതും എന്നെ പോലെ നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളോട് അപമര്യാദയായിട്ട് പെരുമാറിയ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെങ്ങനെ ബസ്സിൽ ഇരിക്കുന്ന ഒരാൾ അപമര്യാദയായിട്ട് പെരുമാറുന്ന എന്തായാലും ജനങ്ങൾ അതിനെതിരെ വിധിയെഴുതി. ആവശ്യമില്ലാതെ ഒരാളെ അങ്ങനെ ഹറാസ് ചെയ്യില്ല. ഞങ്ങളൊക്കെ എത്ര വർഷം കൊണ്ട് പടുത്തുയർത്തിയതാണെന്നറിയാം ഈ ഒരു പാർട്ടി. അതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ഭരിച്ചത്. എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിൽ വന്ന് അത്രയും നല്ല രീതിക്കാണ് ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എന്ത് ചെയ്യാനാണ്? എന്തായാലും ഞങ്ങളുടെ തിരുവനന്തപുരം നഗരം 50 വർഷം കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരുന്ന നഗരമാണ്. ആ ഒരു നഗരമാണ് നിങ്ങളെ ഏൽപ്പിക്കാൻ ഏത് നേരത്തെ ഞങ്ങളുടെ നേതാക്കൾക്ക് തോന്നിയാന്തോ. എന്തായാലും ഒരു വല്ലാത്ത ഒരു സ്ഥിതിയായിപ്പോയി. നിങ്ങൾ ചുമ്മാ എന്നെ ആക്ഷേപിക്കാനായിട്ട് നിൽക്കരുത്. ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അത് പറയൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ട്. ഈ പറയുന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ കോർപ്പറേഷനകത്ത് ഇത് വേസ്റ്റ് സംസ്കരിക്കാൻ ഒരു സജ്ജീകരണം ഉണ്ടോ? ആ സജ്ജീകരണം ഇല്ലെന്ന് നിങ്ങൾ പറയുന്നു. ഇത്രയും വർഷമായിട്ടും ഈ 5 വർഷം ഞാൻ നിന്ന സമയത്തേ അത് പറ്റത്തുള്ളൂ. അതിന് മുന്നേ ഭരിച്ച ആൾക്കാർക്ക് എന്താ ഒരു സജ്ജീകരണം ഉണ്ടായിക്കൂടായിരുന്നു? അതിന് എന്റെ മണ്ടയിൽ ഇടുന്നത് എന്തിനാണ്? അതിന് മുമ്പ് ഒരു മേയർ ഭരിച്ചുകൊണ്ടിരുന്നത് അറിയാലോ. എന്ത് നല്ല രീതിയായിരുന്നു. മേയർ ബ്രോ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്നാലും ഇത്ര നശിച്ച ഒരു രീതിയിലോട്ട് നമ്മുടെ പാർട്ടി എത്തൂലായിരുന്നു. എന്തായാലും നമുക്ക് പറ്റിയ ഏറ്റവും വലിയൊരു ഇതായി. ഒരു പാർട്ടിയിൽ നിന്ന് മത്സരിച്ച് ഇത്ര ഇതായിട്ട് ഇങ്ങനെ ഒരു സഖാവ് സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല അടി തന്നെ. എങ്ങനെ സംസാരിക്കാതിരിക്കും? എന്തായാലും നിങ്ങൾ ഇനി അടുത്ത നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനത്ത് ഉള്ള സ്ഥലമാണ് നഷ്ടപ്പെട്ടത്. അടുത്ത ആളിപ്പോ വന്നല്ലോ. കേരളത്തിന്റെ സംസ്ഥാനം അങ്ങനെ തന്നെ തലസ്ഥാനം. നിങ്ങളുടെ നാക്കിനൊരു കുറവ് ഇപ്പോഴും വരരുത്. നാക്ക് ഇപ്പോഴും ഭയങ്കരമായ രീതിയിൽ തന്നെ. അങ്ങനെ ഒരു പൊസിഷൻ ഇരുന്ന ആളാ. ഈ നാക്ക് കാണിച്ചതാണ് ഞങ്ങളുടെ പാർട്ടിക്ക് ഇന്നിപ്പോ ഈ ഒരു അവസ്ഥ ഉണ്ടായത്. ഞാൻ എന്ത് നാക്കാണ് കാണിച്ചത് താങ്കളൊന്ന് പറഞ്ഞു. എന്ത് നാക്കാ ഞാൻ കാണിച്ചത്? കണ്ടില്ലേ അന്നത്തെ തന്നെ യദുവിന്റെ വിഷയം എന്തെല്ലാം വിഷയങ്ങളായതാണ്. അത് യദുവിന്റെ വിഷയത്തിൽ കോടതിക്ക് അതേപോലെ തന്നെ ആമേഴഞ്ചാൻ തോടിൽ ഒരു പാവപ്പെട്ട ഒരു യുവാവിന്റെ ആണ് നഷ്ടപ്പെട്ട ജീവിതം. അതിന്റെ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതേപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പാർട്ടിക്ക് നമ്മുടെ ഈ ഒരു സ്ഥാനം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പക്ഷെ ഇപ്പൊ പുതിയൊരു ഭരണം വന്നല്ലോ. ആ ഭരണം എങ്ങനെ ഭരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടു. എന്തായാലും ഞങ്ങളൊക്കെ പാർട്ടിയിൽ വിശ്വസിക്കുന്ന കാലം വരെ നിങ്ങളടുത്ത് ഞങ്ങൾ സഹകരിക്കില്ല. ഒരു മാറ്റമില്ല. എന്തായാലും ഒരു വല്ലാത്ത സ്ഥിതിയായിപ്പോയി. എനിക്കിപ്പോ ആരും എന്റെ കൂടെ അങ്ങനെ സഹകരിക്കണമെന്നില്ല. ഇത്രയും നാൾ നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടാണ് ഞാൻ എന്റെ ഭരണം കൊണ്ടുപോയത്. എന്നിട്ട് ഇപ്പോൾ എനിക്കൊരു അടി വന്നപ്പോൾ നിങ്ങൾ ആരും കൂടെ ഇല്ല. ഇതാണ് ഒരു എന്തെങ്കിലും ഇനിയെങ്കിലും വായം കൊണ്ട് മിണ്ടാതിരിക്കും. ഇനിയെങ്കിലും നിയമസഭാ ഇലക്ഷൻ വരെ ഇനിയെങ്കിലും മിണ്ടാതിരിക്കും. കാര്യം ചെയ്യും. നിങ്ങൾ ഇനി അടുത്ത വരുന്ന ഭരണത്തിൽ നിങ്ങൾ നല്ലപോലെ നിന്നോളൂ. അവരെങ്ങനെ ഇനിയെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നാല് എങ്ങനെയെങ്കിലും പാർട്ടി ഒന്ന് രക്ഷപ്പെട്ടു. വല്ലാത്തൊരു സംഗതി ആയിപ്പോയി. എന്തായാലും കൊള്ളാം. ഓക്കെ. നല്ല സഖാക്കള്.